ആദ്യമായിട്ട് ഇങ്ങനെ കിടന്നുകൊണ്ടായിരിക്കും എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. വേലുവേട്ടാ, നിന്നെ ഇങ്ങോട്ട് വരണമെന്ന് പറയാനിരിക്കുമായിരുന്നു ഞാൻ. എങ്ങനെയുണ്ട്? തീരെ ചേരുന്നില്ലല്ലേ? ആര് പറഞ്ഞു ചേരുന്നില്ലെന്ന്? ഇതൊക്കെയാ വേലുവേട്ടിന് നല്ല വേഷം. പിന്നെ എനിക്കും കിട്ടിയിട്ടുണ്ട് ഒരു ജോഡി ഡ്രസ്സ്. അതൊക്കെ ഇട്ട് നമുക്ക് അടിപൊളിയായിട്ട് കല്യാണത്തിന് പങ്കെടുക്കാം. കല്യാണ മണ്ഡപത്തില് പുലി ഇറങ്ങുമോ? ഇറങ്ങണേന്നാണ് എന്റെ പ്രാർത്ഥന. വേഷം മാറിയെങ്കിലും. ഇത് കണ്ടോ, മൂർച്ചയുള്ള കടാര. ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ മരിച്ചാലും ശരി കല്യാണ പെണ്ണിനെയും ബന്ധുക്കളെയും ഒരു പോറല് പോലും ഏൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അന്ന് കിരൺ സാറ് പോയപ്പോ ഞാനും കൂടെ പോവേണ്ടതായിരുന്നു. എങ്കിൽ അവൻ രക്ഷപ്പെടില്ലായിരുന്നു. അവരെ കാണുവാണെങ്കിൽ അവന്റെ നെഞ്ചിലേക്ക് കത്തി കയറ്റാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവണേന്നാ പ്രാർത്ഥന. അവൻ ചോരയെ കുളിച്ച് എന്റെ കൈ കിടന്ന് പിഴയുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത്രയും നേരം ഊന്നിയെ പോലെ നിന്നിട്ടും അവൻ സംസാരിച്ചതും എന്റെ ഉള്ളിലുണ്ട്. അവന്റെ കാര്യത്തിൽ മാത്രം മലദൈവങ്ങൾ കനിഞ്ഞില്ലല്ലോ അമലും. അല്ലെങ്കിൽ ഞാൻ തേമിക്കാനായി നാട്ടിൽ വന്നപ്പോ എപ്പോഴെങ്കിലും അവന്റെ ഒരു ഫോട്ടോ കാണേണ്ടതായിരുന്നു. അവൻ പിടികിട്ട പുള്ളിയാണെന്ന് അറിയേണ്ടതായിരുന്നു. സമയദോഷം അല്ലാതെ എന്തു പറയാനാ? മലദൈവങ്ങൾക്ക് പൂജ നടത്താൻ വരുന്നൊരു അമ്മയുണ്ടല്ലോ, ആ അമ്മ പറഞ്ഞതാ ഇപ്പൊ കുറച്ച് സമയദോഷമാണെന്ന്. ആ സമയത്ത് ആരരികിലേക്ക് വന്നാലും അവരെ കണ്ണടിച്ച് വിശ്വസിക്കരുതെന്നൊക്കെ പറഞ്ഞതാ. എന്നാ അമ്മയുടെ മുന്നറിയിപ്പുണ്ടല്ലോ അതുപോലും മറന്നുപോയി. അപ്പന്റെ ആയുസിന് ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോ അതിനുള്ള പൂജയും ചെയ്തതാ. പക്ഷെ പിന്നീട് അത് തുടരാൻ പറ്റിയില്ല. അവന് ഞാൻ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ ശേഷം അതുപോലും മറന്നുപോയെന്ന് വേണം പറയാൻ. ഇനി അതിനെപ്പറ്റി ഒന്നും പറയണ്ട. നീ പോയി ഇവിടുത്തൊരുങ്ങ്. നമ്മൾ ഇതുപോലുള്ള കല്യാണങ്ങൾക്കൊന്നും പങ്കെടുത്തിട്ടില്ലല്ലോ. പിന്നെ വീഡിയോ കൊണ്ട് കേട്ടോ. അപ്പനെ കുറിച്ച് ഓർക്കുമ്പോ ഒരു ആഘോഷത്തെ പറ്റിയും ചിന്തിക്കാൻ പറ്റുന്നില്ല വേലുവേട്ട. അമ്മയുടെ അവസ്ഥ ഇപ്പൊ അത്രയ്ക്ക് ദയനീയമാണല്ലോ. കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോ. നീ പോയി വരുങ്ങ. ശരി വേലുവേട്ട. പെൺകുട്ടിക്ക് വലിയ ഭീഷണിയുള്ള കൂട്ടത്തില. അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അവന്റെ നിർബന്ധം കൊണ്ടാ. അല്ല, ദിലീയുടെ അച്ഛനെവിടെ? ഇന്നലെ ദിലീപ് വരുന്നതുവരെ നമ്മളൊക്കെ മിണ്ടിയും പറഞ്ഞു ഇരിക്കുമല്ലായിരുന്നോ? 2:30 ചേട്ടൻ പോയി കിടന്നപ്പോ ഞാൻ പിന്നെ ആ മുറിയിലല്ലോ കിടക്കുന്നത്. അല്ല, ഇനിയിപ്പോ എണീറ്റിട്ട് റെഡിയായി പോണ്ടേ? ചായ കൊണ്ടുപോയിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു. എത്ര ലേറ്റ് ആയാലും ഒരു 6-6:30 ആവുമ്പോ എണീക്കുന്നതാ. പിന്നെ ഇന്നലെ കല്യാണത്തിന്റെ തലേ ദിവസം ആയിരുന്നല്ലോ. എല്ലാവരും ഒത്തിരി മെനിങ്ങും ചെയ്തിരുന്നു. ദിലീയുടെ കൂട്ടുകാര് ഹോട്ടലിൽ പോയി കഴിച്ചിട്ട് വന്നിട്ട് ഇവിടെ അച്ഛനോയും കൂടിയിരുന്നല്ലോ. എന്തായാലും പിള്ളേരൊക്കെ കൊള്ളാം. ഇപ്പൊ മുതിർന്നവരെന്നോ ചെറുപ്പക്കാരെന്നോ ഒരു വ്യത്യാസവും ഇല്ല. എല്ലാരും ഫ്രണ്ട്സാ. ഇനി ഇപ്പൊ കാലത്തിനനുസരിച്ച് നമുക്ക് മാറാം. അതെ, ഞാൻ അദ്ദേഹത്തെ പോയി ഒന്ന് വിളിക്കട്ടെ. ഓ. ചിലപ്പോ ഇപ്പൊ ഉണർന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞു കാണും. ശരി ശരി. ഇന്നലെ മുഖത്തിന് കുറച്ച് ഗ്ലേസിംഗ് വരുത്തിയതാണല്ലോ. ഇന്ന് നീ കൂടുതലൊന്നും വേണ്ട. എത്ര ഒരിക്കലും ഞാൻ മറ്റൊരാളാവത്തില്ലല്ലോ. നിന്നെ മറ്റൊരാളാക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ഇന്ന് നീ വെട്ടി തിളങ്ങണം. അതെ അതെ, നിന്റെ പെണ്ണും അത്ര മോശക്കാരിയൊന്നുമല്ല. അവള് സുന്ദരിയല്ലേ. പിന്നെ അവളുടെ അനിയത്തി നന്നായി ഒരുക്കാൻ കഴിവുള്ളവളാണെന്ന് ഇന്നലെ കാർത്തികയെ കണ്ടപ്പോഴേ മനസ്സിലായി. നീയും രാജാവിനെ പോലെ നിൽക്കണ്ടേ? അറിയാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് ഗൾഫിലെ റൂമൊക്കെ ബുക്ക് ചെയ്തു. ഇവിടത്തെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നീ ഫ്ലൈറ്റ് കയറി അങ്ങോട്ട് വാ. അതൊക്കെ നമുക്ക് ചാർട്ട് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ വേണ്ടതുപോലെ ചെയ്യാം. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി വേണ്ടവരാ ഞാനും എന്റെ ഭാര്യയും. പുതു മോഡിയിൽ പോലും. നാട്ടിൽ ഞങ്ങൾ സുരക്ഷിതരല്ലല്ലോ. അവനൊരു ക്രിമിനൽ ആയതുകൊണ്ട് ഫ്ലൈറ്റ് കയറി എന്തായാലും നമ്മളെ ഫോളോ ചെയ്ത് വരാൻ പറ്റില്ല. അവനെ കാണാൻ സുമുഖനാണ്. ഒരു ഗുണ്ടയാണോ ക്രിമിനലാണോ എന്ന് കണ്ടാ പറയില്ല. അതാണ് അവന്റെ വിജയം. പലയിടത്തും അവന് നുഴഞ്ഞു കയറാൻ പറ്റുന്നത് അതുകൊണ്ട് മാത്രമാണ് സുമുഖനായ വില്ലൻ. ഇപ്പൊ അതാണല്ലോ ട്രെൻഡ്. പല ക്രിമിനൽസിന്റെയും കെണിയിൽ പോയി പെൺകുട്ടികൾ വീഴുന്നതും ഇതുകൊണ്ട് തന്നെ. അവർക്ക് അബദ്ധം പറ്റുന്നതും ഇതൊക്കെ കൊണ്ടാണ്. എടാ നീ നോക്കി. ഓക്കെ അറിയാം. ആഹാ, ഇതുവരെ ഉണർന്നില്ലേ? ഇത് എന്തൊരു ഉറക്കമാ. അതെ, എന്നത്തെ പോലെ അല്ല ഇന്ന് നമ്മുടെ മോന്റെ കല്യാണമാ. ആ ബോധമില്ലാതെ കിടന്ന് ഉറങ്ങുവാണോ? ദേ വാസുവേട്ടാ, 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 എന്താ പറ്റിയേ? വാസുവേട്ടാ, മോനെ, വാസുവേട്ടാ, വാസുവേട്ടാ. അവളെ കെട്ടാൻ പോകുന്നതിനെ കിട്ടിയില്ല. എങ്കിലും അവന്റെ അച്ഛനെ ഫിനിഷ് ചെയ്തുകൊണ്ട് കല്യാണം മുടങ്ങും. അച്ഛൻ മരിച്ചു കിടക്കുമ്പോ ആരും പോയി താലി കെട്ടില്ലല്ലോ. അളിയൻ കൊല്ലുമെന്ന് പറഞ്ഞ് നടന്നിട്ടും അത് കാര്യമാകാത്ത ഒരുത്തനാ ഈ ദിലീപ് എന്ന് പറയുന്നവൻ. അവൻ ഒരു ഭയവും ഇല്ലാതെ ഓടി നടക്കുകയായിരുന്നല്ലോ. അത് മാത്രമല്ലടാ, അവന്റെ മണിയറ ഒരുക്കിയ ബെഡിന്റെ താഴെ ഞാൻ കിടക്കുമ്പോ അവൻ അവളുമായിട്ട് സംസാരിച്ചിരുന്നു. അമിത ആത്മവിശ്വാസമാണ് അവൻ പ്രകടിപ്പിച്ചത്. ഇനിയിപ്പോ സാവകാശമുണ്ട്. സഞ്ചയനവും 16 ഒക്കെ കഴിഞ്ഞ ശേഷമേ കല്യാണത്തെ പറ്റി അവർ ചിന്തിക്കൂ. അത്ര ദിവസം മതി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. ഇത് നീയാണെന്ന് അവരൊക്കെ അറിഞ്ഞാണോ? അറിയാനുള്ള വഴിയൊന്നുമില്ല. കിളവൻ ഹാർട്ടിന് പ്രശ്നമുള്ള ആളായിരുന്നാ തോന്നേ. അതുകൊണ്ട് വലിയ ബലപ്രയോഗമൊന്നും വേണ്ടി വന്നില്ല. ഇപ്പോഴെന്തായാലും ആ വീട്ടിലുള്ളവരൊക്കെ എല്ലാം അറിഞ്ഞു കാണും. എനിക്ക് അവന്റെ വീട്ടിൽ അറിയുന്നതല്ല. അവളും അവളുടെ അമ്മയും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചിലരുണ്ട്. അവരൊക്കെ ഇത് അറിയണം. എത്ര പോലീസ് പ്രൊട്ടക്ഷനും സെക്യൂരിറ്റിയും ഉണ്ടെങ്കിലും ഗംഗ കയറാനടുത്ത് കയറുമെന്ന് ഇന്ന് അച്ഛന് സംഭവിച്ചത് നാളെ മകനും ഉണ്ടാവാം. ആ ഭയത്തില് അവൻ കല്യാണത്തിൽ നിന്ന് പിന്മാറിയാൽ അവന് കൊള്ളാം. അവന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാറുന്നില്ലെങ്കിൽ വേണ്ട. എന്തായാലും കാർത്തിക അവന്റെ ഭാര്യ ആവാൻ ഞാൻ സമ്മതിക്കില്ല. അവളുടെ കഴുത്തില് അവൻ താലി കെട്ടാനും പോകുന്നില്ല. വാസുവേട്ടാ, ചേട്ടാ, വാസുവേട്ടാ. എടാ, എത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. പൾസ് കിട്ടുന്നില്ല. ഇനി ചേച്ചി നേരിട്ടെ. ഇപ്പഴാ എനിക്ക് തൃപ്തിയായത്. വാ, ഇനി ഒരു സെൽഫി എടുക്കാം. അയ്യോ, ഫോട്ടോ എടുക്കല്ലേ, ഞങ്ങളും ഉണ്ട്. ദേ, ആദ്യം എങ്ങനെയുണ്ടെന്ന് നോക്ക്.
അതെന്തോ നോക്കാനാ? മോളുടെ ചേച്ചിയെ വേറൊരാളാക്കി മാറ്റിയില്ലേ? അത് ശരി. അപ്പൊ എന്നെ ഇപ്പൊ കണ്ട ആരും തിരിച്ചറിയത്തില്ലേ? ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയത്തില്ല. അപ്പൊ അനിയത്തിമാരെക്കാൾ ചെറുപ്പമാ ചേച്ചി. ഇന്നത്തെ ദിവസം ചേച്ചി കുറച്ച് ചെറുപ്പമായിക്കോട്ടെ. അല്ലെങ്കിലും ചേച്ചിക്ക് നമ്മളെയൊക്കെ പ്രായമൊന്നും തോന്നത്തില്ല. അല്ല, ഫോട്ടോ പിടിക്ക്. അതെ, എടുക്കുന്ന ഫോട്ടോ അല്ലേ എന്റെ ഫോണിലേക്ക് അയച്ചു തന്നേക്കണേ. എനിക്ക് സാന്താനത്തിലെ അമ്മമാരെ കാണിക്കാനാ. അപകടമൊക്കെ ഉള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ അവിടുത്തെ അമ്മമാരെ കൂടി വിളിക്കായിരുന്നു. സാരമില്ലമ്മേ, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അവർക്കൊപ്പം ഇരുന്ന് സദ്യ കഴിക്കാനായിട്ടെ പുതുപ്പെണ്ണും ചെറുക്കനുമായിട്ട് നമ്മളെല്ലാരും അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. അപ്പോഴേ കല്യാണം കഴിഞ്ഞ പോയാല് ഇടയ്ക്കിടയ്ക്ക് അമ്മൂമ്മയെ കാണാൻ അങ്ങോട്ട് വന്നേക്കണം കേട്ടോ. പഴയ അമ്മൂമ്മയല്ലല്ലോ ഇപ്പോഴത്തെ അമ്മൂമ്മ. അതുകൊണ്ട് മാസത്തിലൊരു തവണയെങ്കിലും ഞങ്ങൾ അമ്മൂമ്മയുടെ അടുത്ത് എത്തിയിരിക്കും. അമലോടെ അവളോട് നീ ഒരുങ്ങാൻ പറഞ്ഞില്ലായിരുന്നോ? അവള് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടോ നോക്കട്ടെ. ഞാനും കൂടെ വരാം. സുന്ദരിയായിട്ടുണ്ട്. നിന്നെ സ്നേഹിക്കാനും നിന്നെ ഒരുക്കാനും ഒക്കെ രണ്ടനിയത്തിമാരെ നിനക്ക് കിട്ടി. പക്ഷേ ആങ്ങളെ ഒരുത്തനുള്ളത് കൊല്ലാനായിട്ട് നടക്ക്. ഒരുത്തനല്ലല്ലോ അമ്മേ, രണ്ടുപേരില്ലേ കൊലയാളികൾ. ആ, ആളിപ്പോ നല്ല ചന്തക്കാരിയായല്ലോ. എന്തായാലും മുഖത്തിപ്പോ നല്ല ചിരിയൊക്കെ ഉണ്ട്. സങ്കടമൊക്കെ മാറി. ചിരിച്ചാണിക്കുന്ന ആണുങ്ങളെ ഒന്നും വിശ്വസിക്കരുത് കേട്ടോ. അല്ലെങ്കിൽ തന്നെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളിപ്പോ കൂടെ ഉണ്ടല്ലോ. വലിയ പഠിപ്പും വിവരമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോള്. നമ്മൾ പെണ്ണുങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരാണ് നമ്മുടെ ദൈവം. അവർക്ക് മുകളിൽ ഒരു കോന്തന് സ്ഥാനം കൊടുക്കരുത്. നിനക്കേ പൂവും കൂടി വെക്കാം. ഇതൊക്കെ മതി ചേച്ചി. പോരാ, ഇതും കൂടി ഇരിക്കട്ടെ. കല്യാണ പെണ്ണിനെ ഒരുക്കിയിട്ട് വരുന്നതാ കല്യാണി മോള്. നിന്നെയും ഒരുക്കട്ടെ. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എന്നെ ഒന്ന് ഒരുക്കാൻ. അത് കൊള്ളാലോ. കല്യാണമായിട്ട് ഞാനും ഒന്ന് സുന്ദരിയായിട്ട് നിക്കട്ടെ. ഈ പെമ്പിള്ളേർക്കൊപ്പം എനിക്കും പിടിച്ച് നിക്കണ്ടായോ? അമലുവിനെ കണ്ടിട്ടേ ഇന്ന് വേലുവിന്റെ കണ്ണ് തള്ളണം. അതെ അതെ, അവനും കുളിച്ച് സുന്ദരനായി നിൽക്കുകയല്ലേ. അവന്റെ ഭാര്യയാകാൻ പോകുന്ന സുന്ദരി പെണ്ണിനെ അവനൊന്ന് കാണട്ടെ. അല്ല, ഇനി ഇവക്ക് പ്രത്യേകിച്ച് ഉപദേശമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇവൾക്കുണ്ടായ അനുഭവം അതുപോലെയുള്ളതാ. അതുകൊണ്ട് ഇനി ഇവളുടെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും ഉണ്ടാവില്ല. വേലുവിനെ ജീവനായിട്ട് കരുതണം മോള്. അവനാണ് അടുത്ത കാട്ടുമൂപ്പൻ. എന്ന് വെച്ചാ മലദൈവങ്ങളെ പൂജ ചെയ്യുന്നത് അവനാണ്. അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ വെറുതെ സംസാരം കൊണ്ട് പോലും വേദനിപ്പിച്ചാൽ നമുക്ക് തിരിച്ചടി കിട്ടും. അതൊക്കെ ഇവക്കറിയാം. ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്നതുകൊണ്ട് ഇനി വേലുവിനെ ഇവൾ അടക്കി പിടിക്കും. പിന്നെ ഇവൾക്കുണ്ടായതൊന്നും അവൻ അറിഞ്ഞില്ലല്ലോ. അതും വലിയ ആശ്വാസമാ. വേഷം മാത്രം അറിയ പോരാ, നിന്റെ തലമുടിയൊക്കെ ഒന്ന് സ്റ്റൈലാക്കണം. ഞാൻ ശരിയാക്കി തരാം. അയ്യോ വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. സാറിനെ പോലെ ഒരാള് എന്റെ മുടി ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. എനിക്ക് എന്താടാ പ്രത്യേകത? ഒന്നും അല്ലെങ്കിലും നീ കാട്ടിലെ രാജാവല്ലേ? രാജാവോ? എടാ, നിന്റെ മാമൻ മരിച്ചു പോയതുകൊണ്ട് ആ സ്ഥാനം ഇനി നിനക്കല്ലേ. കാട്ടുമൂപ്പനല്ലേ കാട്ടിലെ രാജാവ്. എന്നാലും മാമൻ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് കരുതിയില്ല സാറേ. പോയതല്ലോ, പറഞ്ഞു വിട്ടതല്ലേ. കിരണേട്ടാ, നോക്കടാ നിന്റെ പെണ്ണിന്. എങ്ങനെയുണ്ട്? ഇപ്പഴാ രണ്ടാളൊന്ന് സെറ്റ് ആയത്. അതെ, ഇനിയിപ്പോ അമലും വേലും പോകുന്നതിന് മുമ്പ് ഇവരെ ഏതെങ്കിലും ടെക്സ്റ്റൈൽസിൽ കൊണ്ടുപോയി ഇവർക്ക് പറ്റിയ കുറച്ച് ഡ്രസ്സ് കൂടി വാങ്ങിച്ചു കൊടുക്കണം. അതൊന്നും വേണ്ട സാറേ. അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ ഓരോരോ വിശേഷങ്ങൾ വരുമ്പോ നിനക്കും അമലുവിനും അതുപോലെ അമലുവിന്റെ അമ്മയ്ക്കൊക്കെ ആയിട്ട് ഡ്രസ്സുകൾ വാങ്ങി ഞങ്ങൾ അവിടെ എത്തും. അതുപോലെ തന്നെ നിങ്ങളും ഇടയ്ക്കിടയ്ക്ക് നാട്ടിലേക്ക് വരണം. ഇവിടെ വന്ന് 1-2 ദിവസം താമസിക്കുകയും ചെയ്യണം. അത് ഞാൻ ഇവളോട് പറഞ്ഞിട്ടുണ്ട്. ഇവളുടെ അമ്മയും കൂട്ടി വരണമെന്ന്. ഞങ്ങളൊരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ പറ്റിയ ഒരവസ്ഥയിലല്ല സാറേ. അറിയാമല്ലോ, എന്ന് വെച്ച് ഒരാളങ്ങ് പോയി കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴും അതേപ്പറ്റി ആലോചിച്ചിരുന്നിട്ട് വല്ല കാര്യം ഉണ്ടാമല്ലോ. നിനക്കുണ്ടായ നഷ്ടത്തിന് പരിഹാരം കാണാൻ പറ്റില്ല. എങ്കിലും കഴിവതും എല്ലാം ഒന്ന് മറക്കാൻ നോക്കണം. അല്ല, നമ്മുടെ കല്യാണത്തിന് അവിടെ ഉണ്ട്. അതെ, ഇവര് കുറച്ചു നേരം സംസാരിക്കട്ടെ, നമുക്ക് അങ്ങോട്ട് പോവാം. എങ്ങനെയുണ്ട്? നീ പണ്ടേ സുന്ദരിയാ മോളെ. സത്യം പറഞ്ഞ ആ സൗന്ദര്യമാണ് നിനക്ക് ശാപമായത്. അതുകൊണ്ടാണ് ഒരുത്തൻ നിന്നെ പെട്ടെന്ന് സ്നേഹിച്ചത്. അവൻ എന്നെ സ്നേഹിച്ചത് അവന്റെ കാര്യങ്ങൾ നടത്തിയെടുക്കാനാ. അവന്റെ ശരീരം പഴയപടിയാക്കാനും അതുപോലെ അവിടെ പിടിച്ചു നിൽക്കാനോ അവൻ എന്നെ പാട്ടിലാക്കിയത്. ഇനിയിപ്പോ അവന്റെ കാര്യം വിട്. നീ അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും? ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ? പിന്നെ നിന്റെ ഈ കല്യാണ ചേച്ചി ഉണ്ടല്ലോ, വീടിനകം ഭംഗിയാക്കുന്ന കൂട്ടത്തില. അതുകൊണ്ട് അവർക്കറിയാം എങ്ങനെ നമ്മളെ ഭംഗിയാക്കണം. എനിക്കുള്ള ഡ്രസ്സ് മാത്രമല്ല, എന്നെ ഒരിക്കലും കല്യാണ ചേച്ചിയാ. അതിന്റെ കാണാനുണ്ട്. ഈ വേഷത്തിൽ നിന്നെ കണ്ട പെട്ടെന്നാരും തിരിച്ചറിയില്ല. അത്രയ്ക്ക് മാറിപ്പോയി. അപ്പൊ പിന്നെ നമുക്കൊരു സെൽഫി എടുത്താലോ? സെൽഫിയോ? എനിക്ക് അതുപോലെ ഒരു നല്ല ഫോൺ കിരൺ സാർ തന്നു. ദേ നോക്കിയേ. ആഹാ, കൊള്ളാലോ. സെൽഫി എടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തന്നു. ഇങ്ങോട്ട് ഇതെങ്ങനെയുണ്ട്?